ഹലോ ഗായ്സ്, ഇത് നമ്മുടെ സെക്കൻഡ് മാച്ചാണ്. ഗോവയായിട്ടാണ് നമ്മുടെ കളി. ഇതിൽ നമുക്ക് ജയിക്കണം. കഴിഞ്ഞ കളി നമ്മൾ നോർത്ത് ഈസ്റ്റ് ആയിട്ട് കളിച്ച് സൂപ്പറായിട്ട് ജയിച്ചു. ഇതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് മാച്ച് നമുക്ക് തന്നെ കിട്ടിയിരിക്കുന്നത് Well, this should be interesting today. I like the makeup of both teams. They really do have a good balance of attacking and defensive come on. But the team that has the greatest desire will probably come out on top. The initial 11 today for the hosts. Well, 4-4-2 is a good formation if it's played well. It covers most of the bases. Positions when you regain possession, you can also be fluid in attack. Let's hope we see that today. അവനൊരു മികച്ചതായിട്ടില്ല. ഓ മോനെ, ഞാൻ വെച്ചത് ബോളായിരുന്നു. ഈ ജസ്റ്റ് തോന്നുന്നു. ജസ്റ്റ് മിസ് അല്ല, കുറച്ച് ദൂരെ പോയി. ഇപ്പൊ ഗോളടിക്കും. ഓ മികച്ച സേവ്. എന്നെ അടിച്ച് പുറത്താക്കണം. എന്റെ മോനെ, അയ്യോ അടിച്ച് പുറത്താക്കാൻ ഇനി ഇത്ര ആലോചിക്കണം. എന്റെ മോനെ, സച്ചിന്റെ കിട്ടില്ല സേവ് ആയിരുന്നു അത് 2 തവണ. ഡിഫൻഡേഴ്സ് വീക്കാണല്ലോ. അവിടെ സിംഗം കൊണ്ടുപോയി കളഞ്ഞു. ഒരു പാസ് കൊടുക്കാനുള്ള അവസരമായിരുന്നു. നോവ ആരെങ്കിലും വന്ന് പിടിക്കടാ. പോൾ അവന്മാരൊന്നും ഓടുന്നില്ല, എല്ലാം തളർന്നു. കിട്ടിയില്ല. കഴിഞ്ഞാൽ നമ്മൾ എത്ര സിമ്പിളായിട്ട് കളിച്ച് അവർക്കൊന്നും ഒരു ഉഷാറില്ല. ഇപ്രാവശ്യം കോർണർ നമുക്ക് ഷോട്ട് കൊടുക്കാം, അത് ഏറ്റവും ബെസ്റ്റ്. ഒഴിവാക്കാം. ഹാഫ് ടൈം വെച്ചിട്ടാണ് നമുക്ക് പെപ്പറിനെ ഇറക്കാൻ. ൊക്കെ കൊണ്ടുപോയി ഗോളടിക്കുന്ന തോന്നുന്നു. മിസിച്ചൊക്കെ ഓടുന്നുണ്ടില്ലേ, മെല്ലെ മെല്ലെ സ്ലോ മോഷൻ, സ്പീഡൊന്നും ഇല്ല. ഒരു കിടിലൻ ഡിഫെൻഡിങ് തന്നെയായിരുന്നു അത്. കുമാരുടെ അടിക്കും ഒരു പാസില്ല, ഓടുന്നല്ല സ്പീഡില്ല, ഓടുന്നതിന് സ്പീഡില്ല. പെപ്പറിനെ ഇറക്കാൻ സമയം തോന്നുന്നു. സ്ലോ. ആ കിടില പാസ് അവർക്ക്. ഇവിടെ എല്ലാവരും വെയിറ്റിംഗാ. ഇതെവിടെ കൊടുക്കുന്നു? ആ നന്നായി അടിച്ചങ്ങ് അമേരിക്കയിൽ അടിച്ചു. ഇവിടെ അടികൂടാണ്ട് പോ. ഇനി അടികൂടിയിട്ടൊന്നും കാര്യമില്ല. കളിക്കുമ്പോൾ മര്യാദ കളിക്കണം. നമ്മുടെ പെപ്പറിനെ അയിമനെ ഇറക്കിയിട്ടുണ്ട്. അവരെന്തേലും ചെയ്യാൻ നോക്കാൻ നമുക്ക്. ആ വാ മോനെ വാ. പിടിക്കടാ. അയ്യേ, ഡിഫൻഡറൊക്കെ ആരാ അവിടെ കൊണ്ടുവച്ചേ? നല്ലൊരു കൗണ്ടർ അറ്റാക്കിനെ ശ്രമിക്കുന്നത് നടക്കുമെന്ന് അറിയില്ല. ബാക്കോട്ടാണല്ലോ. ആമ ഓടും ഇതുപോലെ ഇത്ര സ്പീഡിൽ. എല്ലാരും എവിടെ വന്ന് കാണുന്നില്ല. പാസ്വേഡ് നല്ലൊരു പാസ്. ആകെ ഇനി ടൈം 2 മിനിറ്റ് ഉള്ളത്. ഇപ്പൊ തീരും. അറ്റ്ലീസ്റ്റ് ഡ്രോ എങ്കിലും പിടിക്കാൻ നോക്കാം. നിങ്ങൾ തിരിച്ചടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി പറ്റുന്നൊന്നുമില്ല. കഴിഞ്ഞ കളിക്ക് എത്ര സിമ്പിളായിട്ട് ജയിച്ച്. ഇപ്രാവശ്യം ഫുള്ള് ഇവര് വെള്ളം കുടിക്കാത്ത കളിയല്ല. ഒന്നും ഓടുന്നില്ല, ആകെ 1-2 പേരെ ഓടുന്നു. തോക്കാത്തന്നെ ഡ്രോയിങ്. സച്ചിൻ നല്ലൊരു പെർഫോമൻസ് അതിനകത്ത് കളിച്ചത്. എത്രയോ സേവ് ചെയ്തു. സേവ് തന്നെയായിരുന്നു. നീ രണ്ടാളും വർത്താനം പറഞ്ഞിട്ട് വന്നാൽ മതിയല്ല. ജയിക്കേണ്ട സമയത്ത് ജയിക്കണം. ഒരു ഷൂട്ട് മര്യാദ ചെയ്യാൻ പറ്റിയ. 1-1 തോൽവിയായിപ്പോയി. തോൽവിയല്ല, ഡ്രോ ആയിപ്പോയി.
ആരും വെള്ളം കുടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു കളിക്കുന്നതിന് മുമ്പേ. ഇനി അടുത്ത കളിക്ക് ഞാൻ ഫുഡും വെള്ളമൊക്കെ നല്ലപോലെ കൊടുത്തിട്ട് ഇറക്കാം. ഒഡീസയായിട്ടാ കളി. നോക്കാം നമുക്ക് അടുത്ത പോയിന്റ് ടേബിളും കൂടി നോക്കിയിട്ട് പോകാം. നമ്മളിപ്പോൾ 6ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനത്തുണ്ടായിരുന്നു നമ്മളാ. മറ്റുള്ളവരൊക്കെ 3 കളി കഴിഞ്ഞു, നമ്മൾ 2 കഴിഞ്ഞുള്ളൂ. എന്നാലും 1.5 ഇതായിപ്പോയി. ജയിക്കുന്നൊക്കെ വിചാരിച്ച കളി തൂക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യാം. അടുത്ത കളിയിൽ നോക്കാം. അപ്പം ബൈ, സി യു, കാണാം.